പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിലേക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതാണ് ആ ചെയ്യേണ്ട കാര്യങ്ങളെ അതിന് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, എഴുതി വയ്ക്കുക. അതേപോലെ ഫോക്കസ് പോകുന്ന നമ്മുടെ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക, അത് പരിപൂർണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, ഇത് രണ്ടും ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി എനർജി മാനേജ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാര്യം നമ്മൾ ഏത് എനർജിയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആ ചെയ്യുന്ന വർക്കിന് കൂടുതൽ പ്രൊഡക്റ്റീവായി ആ വർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിരിക്കും. അതായത് ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്നുള്ളത് നമുക്ക് നമ്മുടെ എനർജി ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏത് വിധത്തിലാണെങ്കിലും ആ സംഗതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ എനർജി മാനേജ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ എനർജീനെ എപ്പോഴും വാച്ച് ചെയ്യുക. നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വാച്ച് ചെയ്യുക. ഏത് എനർജിയിലാണ് നമ്മളുള്ളതെന്ന് പെട്ടെന്ന് നമ്മൾ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ഡൗൺ ആയി പോണ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ടൊക്കെ വരിക. പിന്നെ ഒരു കോഫി കുടിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടാവും. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാറ്റൊക്കെ കൊണ്ട് വരിക. ഇങ്ങനെയുള്ള നമ്മളുടെ എനർജി മാനേജ് ചെയ്യാൻ